Hi dears, welcome back to Rise Education. Yes, നമ്മുടെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് എന്നുള്ളത്. അഥവാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 8 ആണ്. സോ ഈ എക്സാമിന് നമുക്കുള്ള പോർഷൻ ആണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു കോണ്ടന്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോകാരിയോട്ടിക് സെൽ ആർ given in box, choose the correct option അല്ലെ. സോ നമുക്ക് ഓപ്ഷൻസ് എന്താണ്? ഒരു പ്രൊകാരിയോട്ടിക് സെല്ലും യൂക്കാരിയോട്ടിക് സെല്ലും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി സെൽ ഓർഗനൽസ് പ്രസന്റ് ആണ്. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ഓർഗനൽസിനെല്ലാം മെമ്പറേനിയസ് കവറിങ് ഉണ്ടായിരിക്കും. സോ മെമ്പറേനിയസ് കവേർഡ് ഓർഗനൽസ് ആണ്. ആൻഡ് എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ഒരു ന്യൂക്ലിയസിനും കവറിങ് ഉണ്ടായിരിക്കും. സോ മെമ്പറൈൻ ബൗണ്ട് ന്യൂക്ലിയസ് ആർ പ്രസന്റ് എന്നുള്ളത് ഫൈൻ. നമ്മളൊക്കെ ഒരു യൂക്കാരിയോട്ടിക് സെല്ല് കണ്ടെയ്നിങ് ചെയ്യുന്ന ലിവിങ് ഓർഗാനിസം ആണ്. അടുത്തതാണ് പ്രോകാരിയോട്ടിക്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ലാണ്. സോ ഫ്യൂ സെൽ ഓർഗനൽസേ ഉണ്ടാവുള്ളൂ. ഈ സെൽ ഓർഗനൽസിന് ഒന്നും എന്താണ് ശ്രദ്ധിക്കുക, നോ മെമ്പറേനിയസ് കവറിങ് ആയിരിക്കും. ആൻഡ് ഓൾസോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, ദാറ്റ് മീൻസ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആയിരിക്കും. ഇതാണ് ഡിഫറൻഷിയേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോവാം. Few cell organelles അല്ലെ. So that is the characteristics of a prokaryotic cell. അടുത്തതാണ് membrane bound cell organelle. Bound ആണ് എന്നുണ്ടെങ്കിൽ so eukaryote ആണ്. And many cell organelle അല്ലെ, that is also eukaryote ആണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. And membrane bound cell organelle കണ്ടോ, absent എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇത് നോക്കണം. ദാറ്റ് ഈസ് ദ പ്രോകാരിയോട്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതാം പ്രോകാരിയോട്ട്, യൂക്കാരിയോട്ട് എന്നുള്ളത്. എന്നിട്ട് വേണം ആൻസർ. സോ ഒന്നും അതേപോലെ തന്നെ 4ഉമാണ് കറക്റ്റ്. നമ്മളോട് ചോദിച്ചു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോകാരിയോട്ട് ആണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Then observe the image and answer the following question അല്ലെ. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ എന്നുള്ളതാണ്. അത് സെയിം പോർഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറിലെ ഇമേജും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ഒരു നോട്ട് ചെയ്യാനും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് മാർക്ക് ചെയ്യാനും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക. മേ ബി അതായിരിക്കും അടുത്ത എക്സാമിന് ചോദിക്കുക. ഓക്കെ അല്ലെ. അപ്പം ദിസ് ഈസ് ദ പ്രോകാരിയോട്ടിക് സെൽ, ദിസ് ഈസ് ദ യൂക്കാരിയോട്ടിക് സെൽ. ഓക്കെ റൈറ്റ്. ഇനി 3 ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞ സുഖമായിട്ട് 3 ഫീച്ചേഴ്സ് എഴുതിക്കൂടെ? യെസ്, ഇതാണ്. അപ്പൊ ഈ പോർഷൻ എന്ത് ചെയ്യുക, ഫിഗേഴ്സും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Illustration of a formation of primitive cell on earth is given and fill in the blanks അല്ലെ. സോ എങ്ങനെയാണ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള റീപ്ലിക്കേഷന് കാപ്പബിൾ ആയുള്ള സെൽ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഫോർമേഷൻ ഓഫ് എ സിമ്പിൾ മോളിക്യൂൾ അല്ലെ. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതേ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബയോ മോളിക്യൂൾസിൽ നിന്ന് അല്ലെ എന്തായിട്ട് മാറി, യെസ്, കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഫോം ചെയ്തു. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് മെല്ലെ ഏത് ഫോമാണ്, ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ബയോ മോളിക്യൂൾ. ശ്രദ്ധിക്കുക, ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിന്റെ പ്രത്യേകത എന്താണ്? സോ ഒരു ലിപ്പിഡ് ഫോമും കൂടെ അതിനെ ചുറ്റിയിട്ട് അല്ലെ കവറിങ്സിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും നോട്ട് ചെയ്യുക. സോ അതിൽ നിന്നാണ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സെൽ ഉണ്ടായത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതാം അല്ലെ, കോംപ്ലക്സ് മോളിക്യൂൾസ് അല്ലെ. കോംപ്ലക്സ് മോളിക്യൂൾസിൽ നിന്ന് എന്തുണ്ടായി, യെസ്, ന്യൂക്ലിക് ആസിഡ് ഉണ്ടായി. സോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ബയോ മോളിക്യൂൾസ് ആണ്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുള്ള ഒരു ലിപ്പിഡ് ഷീറ്റും. ലിപ്പിഡ് ഷീറ്റ് ബേസിക്കലി ഇതാണ് ഒരു പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഒരു സെല്ല് ഉണ്ടായിരിക്കും, ആ ഒരു സെല്ലിനകത്തുള്ള ഇതാണ് ന്യൂക്ലിക് ആസിഡ്. സോ ഇതിന്റെ കവറിങ് എന്ന് പറയുന്നത് ലിപ്പിഡ് ആണ്. ദാറ്റ് ഈസ് എന്താ, എവല്യൂഷൻ ഇൻ ടു ദ പ്രിമിറ്റീവ് സെല്ലായി കാപ്പബിൾ ഓഫ് റീപ്ലിക്കേറ്റിംഗ്. റീപ്ലിക്കേഷന് കാപ്പബിൾ ആയിട്ടുള്ള ആ ഒരു പ്രിമിറ്റീവ് സെല്ലിലേക്കുള്ള എവല്യൂഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫൈൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Analyze the indicators and answer the question. Yes, indicators ഒന്ന് വായിച്ചു നോക്കാം. Life originated on another planet and accidentally reaches Earth in the form of a microorganism or spores. Then accidental combination of a chemicals in a ocean leading into the origin of life എന്നാണ് പറഞ്ഞിട്ടുള്ളത്. And questions-ലേക്ക് നോക്കാം. Identify the theories P and Q related to the origin of a life on Earth അല്ലെ. ഏത് തിയറിയാണ്? അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 2 തിയറീസ് ആണ് പഠിക്കാനുള്ളത്.
പാൻസ്പെർമിയ തിയറിയും കെമിക്കൽ എവല്യൂഷൻ തിയറിയും. യെസ്, പാൻസ്പെർമിയയിലാണ് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ എന്തോ ഒരു ഫോം എന്ത് ചെയ്ത് വന്നു. യെസ്, ട്രാൻസ്ഫോം, അതായത് എർത്തിലേക്ക് എവിടെ നിന്നോ ലൈഫ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ് വന്നു, ആക്സിഡന്റലി വന്നതാണ്. ഒന്നെങ്കിൽ അതൊരു മൈക്രോ ഓർഗാനിസം ആവാം, അല്ലെങ്കിൽ സ്പോർസ് ആവാം എന്നുള്ളത്. അതിനെയാണ് പാൻസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് കെമിക്കൽ എവല്യൂഷനിലാണ് പറയുന്നത് അല്ലെ, ഒരുപാട് മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്തു, കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടാണ് ആദ്യ മോളിക്യൂൾസ് ഉണ്ടായത്. സോ ഇതിനാണ് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള എവിഡൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ വേണ്ടി പറ്റും, പി എന്ന് പറയുന്നത് പാൻസ്പെർമിയ തിയറി ആണ് എന്നുള്ളത് അല്ലെ. ആൻഡ് എന്താ ആക്സിഡന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറി. ഫൈൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of these theories has gained more acceptance in a scientific world? Why എന്നുള്ളത്. യെസ്, നമ്മൾ ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മ്യൂറേ മില്ലർ എക്സ്പെരിമെന്റ്സ് ഉള്ളത്. സോ ആ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്ത് കണ്ടീഷൻ എവിടെ റീക്രിയേറ്റ് ചെയ്തു, ലാബിൽ ക്രിയേറ്റ് ചെയ്ത് ലൈഫ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ്. സോ കെമിക്കൽ എവല്യൂഷൻ തിയറിക്കാണ് മോർ ആക്സെപ്റ്റൻസും ആൻഡ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഫൈൻ. യെസ്, അപ്പൊ കൃത്യമായിട്ട് തിയറീസ് ഏതാന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് ദ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. ഫൈൻ. ക്വസ്റ്റ്യൻസ് ഇതാണ്. വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് വാലിഡേറ്റഡ് ബൈ ദിസ് എക്സ്പെരിമെന്റ്? യെസ്, ദാറ്റ് ഈസ് ദ കെമിക്കൽ എവല്യൂഷൻ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം എല്ലാ പോർഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സോ കണക്ട് ചെയ്യാം. ഫൈൻ. അടുത്തതാണ് റൈറ്റ് ദ എനർജി സോഴ്സ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് ദ പ്രോഡക്റ്റ് ഇൻഡിക്കേറ്റഡ് ആസ് വൈ ഇൻ ദിസ് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇതെന്താണ്, ഇലക്ട്രോഡ് ആണ്. ആൻഡ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായത് ഇവിടെ ഉണ്ടാകുന്ന എനർജി ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ആണ്. ആൻഡ് പിന്നെന്താ, വൈ എന്താന്നാ ചോദിച്ചത്? ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ദ അമിനോ ആസിഡ് അല്ലേ. യെസ്, നമ്മൾ യുറേ മില്ലർ എക്സ്പെരിമെന്റിൽ ഈ ഒരു ഫിഗർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇവിടെ എന്താണ്, വെള്ളം ബോയിൽ ചെയ്യാണ്. സോ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ വേപ്പേഴ്സ് വരും. വാട്ടർ വേപ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലെ ആ ഒരു പ്രിമിറ്റീവ് എർത്തിൽ എന്തുണ്ടായിരുന്നു, നല്ല ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു എനർജി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡുകളാണ് കൊടുത്തത്. സോ ഇലക്ട്രോഡിൽ നിന്ന് വരുന്ന എനർജി ഫോം എന്ന് പറയുന്നത് ഇവിടെ എന്താ, ഇലക്ട്രിക്കൽ എനർജീസ് ആണ്. ഇതാണ് നോട്ട് ചെയ്യേണ്ടത്, ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളത്. ഓക്കെ. യെസ്, പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്? മീഥേൻ, അമോണിയ, H2 ആൻഡ് H2O. ഫൈൻ. കൃത്യമായിട്ട് ഇത് ഓർത്തിരിക്കണേ. സോ അതെന്ത് ചെയ്തു, കണ്ടൻസേഷൻ നടന്നു ആൻഡ് റിയാക്ഷൻസ് നടന്നിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മോളിക്യൂൾസ് ആണ് അമിനോ ആസിഡ് എന്നും. അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രോട്ടീൻ എന്ന് പറയുന്ന ബയോ മോളിക്യൂൾസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ ദ സിറ്റുവേഷൻ existed on the primitive earth similar to the X എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എനർജി ദാറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ എനർജി ആണ്. സോ ആ ഒരു ഇലക്ട്രിക്കൽ എനർജിക്ക് സിമിലർ ആയുള്ള കണ്ടീഷൻ പ്രിമിറ്റീവ് എർത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു? നമ്മൾ പ്രിമിറ്റീവ് എർത്തിന്റെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. യെസ്, അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന എനർജി ഫോംസ് എന്ന് പറയുന്നത് ലൈറ്റനിങ് ആണ് ഒന്ന്. യെസ്, രണ്ടാമത്തത് എന്താണ്? UV ആണ്. ആൻഡ് മൂന്നാമത്തത് എന്താണ്? സൺലൈറ്റ് ആണ്. ആൻഡ് നാലാമത്തതാണ് വോൾക്കാനിക് എറപ്ഷൻ എന്നുള്ളത്. സോ ഇതിൽ നിന്ന് കിട്ടിയ എനർജീസിന്റെ റിയാക്ഷൻസ് അല്ലേ, അവിടെ ഉണ്ടായിട്ടുള്ള എനർജീസ് കിട്ടിയതുകൊണ്ടാണ് അവിടെയുള്ള മോളിക്യൂൾസ് തമ്മിൽ റിയാക്ഷൻസ് നടന്നിട്ട് ഫസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ടായത്. അപ്പൊ ഏതൊക്കെയാണ് എനർജീസ് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കാം. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറും ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫൈൻ. അടുത്തല്ലേ ആ ഒരു പോർഷനിൽ നിന്ന് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് വായിക്കാം. Observe the illustration and answer the following. What was the aim of setting up the experimental apparatus shown in this illustration? അല്ലെ, ഇതിൽ നിന്ന് ഇല്ലുസ്ട്രേഷൻസ് എന്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്?
യെസ്, നമ്മൾ ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞു ഏത് തിയറിയാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. അഥവാ മോളിക്യൂൾ, ലൈഫ് എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ടായത് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യുറേ മില്ലർ എക്സ്പെരിമെന്റ്സ് ആണ്. ഓക്കെ, അടുത്തതാണ് കണ്ടോ, ആ ഒരു സെയിം പോർഷനിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ആൻസേഴ്സ് ഒക്കെ സെയിം ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ച രീതി ഡിഫറെന്റ് ആണ്. അടുത്തതാണ് why were methane, ammonia, hydrogen and water vapors used in this experiment? അല്ലെ, യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻ which organic compound was formed in this gas? അല്ലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യെസ് ആൻസേഴ്സ് എല്ലാം സെയിം ആണ്. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, യെസ് നേരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഫോം ചെയ്യുന്നത് ഏതാണ്? അമിനോ ആസിഡ് ആണ്. ദാറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോട്ടീൻ. ഫൈൻ, അടുത്തതാണ് ദിസ് എക്സ്പെരിമെന്റ് വാസ് ഫെയിലിയർ ബിക്കോസ് സോഴ്സ് ഓഫ് എനർജി ഓൺ എ പ്രിമിറ്റീവ് കുഡ് നോട്ട് ബി റീക്രിയേറ്റഡ് എന്നാണ്. അല്ലെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ വിച്ച് ഈസ് യുവർ അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ് എന്നാ? യെസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഡെഫിനറ്റ്ലി നോയാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ ആ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള എല്ലാ മോളിക്യൂൾസിന്റെ സെയിം കണ്ടീഷൻ നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. സോ റീക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? റിയാക്ഷൻസ് നടന്നിട്ട് ഫസ്റ്റ് അല്ലെ ബയോമോളിക്യൂൾസിലായിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ഒരു ബയോമോളിക്യൂൾസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയ അമിനോ ആസിഡ് സക്സസ്ഫുള്ളി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ സെയിം പോർഷനിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. യുറേ മില്ലർ എക്സ്പെരിമെന്റ്സ് എന്നും അതേപോലെ തന്നെ നമ്മളെ പ്രൊകാരിയോട്ടും യുകാരിയോട്ട് സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ എന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ ഫിഗേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫിഗേഴ്സും അതിലെ റെപ്രസെന്റേഷനും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു.